നമസ്കാരം. ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യയിലെ ധാതുക്കൾ. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ്, ജാർഖണ്ഡ്. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ്, ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം വരുന്നത് ജാർഖണ്ഡ്. ലോഹധാതുക്കൾ. ഇരുമ്പയിര്, അയൺ ഓർ. ഇന്ത്യയിൽ ഇരുമ്പയിരിൻ്റെ കലവറകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കർണാടക, ഒറീസ, ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ, കർണാടക, ഗോവ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി ബൈലാദില ഖനി, ഛത്തീസ്ഗഡ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്നത് ജപ്പാൻ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്നത് ജപ്പാൻ. മാംഗനീസ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ലോകത്തിൽ മാംഗനീസ് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്? 20%. മധ്യപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നിവയാണ് മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്നത്. മാംഗനീസ് റിസർവുകളുടെ എണ്ണത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനം. 1ാം സ്ഥാനം സിംബാബ്വെ. ഇന്ത്യയിൽ നിന്ന് മാംഗനീസിൻ്റെ 2/3 ഭാഗവും വാങ്ങുന്നത് ജപ്പാനാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഒരു മുഖ്യ അസംസ്കൃത വസ്തുവാണ് മാംഗനീസ്. ക്രോമൈറ്റ്. ഇന്ത്യയിൽ 99% ക്രോമൈറ്റും ഉൽപ്പാദിപ്പിക്കുന്നത് ഒറീസ. കർണാടകയാണ് 2ാം സ്ഥാനത്ത്. ചെമ്പ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവയാണ് ചെമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവയാണ് ചെമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഖേത്രി, രാജസ്ഥാൻ. അടുത്തത് സ്വർണം. ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനികൾ കോലാർ സ്വർണ്ണഖനി, കർണാടക. ഹട്ടി സ്വർണ്ണഖനി, കർണാടക. രാംഗിണി സ്വർണ്ണഖനി, ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ല. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏക രത്നഖനി പന്ന, മധ്യപ്രദേശ്. ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം കാലാഹന്ദി, കോരാപുത്ത്, ഒറീസ. ഒഡീഷ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് ബോക്സൈറ്റ് ഉൽപ്പാദനത്തിൽ മുൻപിൽ. മറ്റു ധാതുക്കൾ. വെള്ളിയും സിങ്കും പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള സാവാർ ഖനിയിൽ നിന്നുമാണ്. ടങ്സ്റ്റണിൻ്റെ പ്രധാന അയിര് വൂൾഫ്രനൈറ്റ്. ടങ്സ്റ്റണിൻ്റെ പ്രധാന അയിര് വരുന്നത് വൂൾഫ്രനൈറ്റ്. 95% വൂൾഫ്രൈവും ഉപയോഗിക്കുന്നത് സ്റ്റീൽ വ്യവസായശാലയിലാണ്. രാജസ്ഥാനിലെ ദിഗാന, പശ്ചിമ ബംഗാളിലെ ചെൻപാത്തി എന്നീ സ്ഥലങ്ങളിലാണ് വൂൾഫ്രം നിക്ഷേപം പ്രധാനമായും ഉള്ളത്. നിക്കലിൻ്റെ നിക്ഷേപം കൂടുതൽ കാണുന്നത് ഒറീസ. അലോഹധാതുക്കൾ. അഭ്രം, മൈക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ 90% മൈക്കയും ഉൽപ്പാദിപ്പിക്കുന്നത്. ചുണ്ണാമ്പ് കല്ല്. സിമൻറ്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ചുണ്ണാമ്പ് കല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ റിസർവുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ റിസർവുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ചുണ്ണാമ്പ് കല്ലിൽ 10% കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഡോളാമൈറ്റ്. ഡോളാമൈറ്റ് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ഒറീസയിലെ ബിർമിത്രാപൂർ. കൽക്കരി. കൽക്കരി ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യക്ക് ആവശ്യമായ ഊർജത്തിൻ്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്ന് ലഭിക്കുന്നത്? 65%. ചൈനയും USA-യും ആണ് 1ഉം 2ഉം സ്ഥാനത്ത്. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന ആന്ത്രാസൈറ്റ് കൽക്കരി കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കൽക്കരി ഉൽപ്പാദനത്തിൽ മുൻപിൽ. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനികൾ ജാറിയ, ബെക്കാറോ, റാണിഗഞ്ച്, കോർബ, താൽച്ചർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി റാണിഗഞ്ച്. ബിറ്റുമിനസ് കൽക്കരി 40 മുതൽ 80% വരെയാണ് കാർബണിൻ്റെ അളവ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അടുത്തത് പെട്രോളിയം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദ ശില. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ദിഗ്ബോയ്, അസം, 1901. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ദിഗ്ബോയ്, ആസാം, 1901. അസം ഓയിൽ കമ്പനി സ്ഥാപിച്ച ദിഗ്ബോയുടെ നിയന്ത്രണം ഇപ്പോൾ ആർക്കാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നഹർകാത്തിയ, മൊറാൻ ഹഗ്രിയാൻ എന്നിവയാണ് ആസാമിലെ മറ്റ് എണ്ണപ്പാടങ്ങൾ. അംകലേശ്വർ, ലുഞ്ച്, കലോൻ എന്നിവ ഗുജറാത്തിലെ എണ്ണപ്പാടങ്ങളാണ്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം അംകലേശ്വർ. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടമാണ് അംകലേശ്വർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിൽ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ, ഗുജറാത്ത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിതമായ വർഷം 1956. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1956. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ പെട്രോളിയം പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആസാം. ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ശേഷിയുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ്, ജാംനഗർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, കോയിലി. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകൾ. കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകൾ. പ്രകൃതിവാതകം. ഏറ്റവും വലിയ പ്രകൃതി റിസർവ് മുംബൈ ഹൈ. മുംബൈ ഹൈയിലെ എണ്ണ ഖനനം നിയന്ത്രിക്കുന്നത് ONGC. 1973 മുംബൈ ഹൈയിൽ നിന്നും ആദ്യമായി എണ്ണ ഖനനം ചെയ്ത കപ്പൽ സാഗർ സാമ്രാട്ട്. ഇൻഡോ റഷ്യൻ സംയുക്ത പരിവേഷണ സംഘം മുംബൈ ഹൈയിലെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയ വർഷം 1965. ഗുജറാത്തിലെ പ്രധാന പ്രകൃതിവാതക പാടം ആംകലേശ്വർ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2008 ഫെബ്രുവരിയിൽ ആന്ധ്രാപ്രദേശ് തീരത്ത് കൃഷ്ണ ഗോദാവരി നദീതടത്തിൽ കണ്ടെത്തിയ പ്രകൃതി ധാതു നിക്ഷേപം ധീരുഭായ് 39. വാരണാസിയിൽ ആരംഭിക്കാൻ പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഊർജഗംഗ. വാരണാസിയിൽ ആരംഭിച്ച ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഊർജഗംഗ. ആണവധാതുക്കൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ആണവധാതുക്കൾ യുറേനിയം, തോറിയം,
ഇൽമനൈറ്റ്, സിർക്കോൺ. ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി കണ്ടെത്തിയത് ജാദുഗുഡ, ജാർഖണ്ഡ്. കേരളത്തിന് തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവധാതുക്കൾ തോറിയം, സിർക്കോണിയം. കേരളത്തിൻ്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവധാതുക്കളാണ് തോറിയം, സിർക്കോണിയം. ധാതുക്കളും ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളും. ഇരുമ്പയിര്, ഒഡീഷ. മാംഗനീസ്, ഒഡീഷ. ക്രോമൈറ്റ്, ഒഡീഷ. ചെമ്പ്, മധ്യപ്രദേശ്. ബോക്സൈറ്റ്, ഒഡീഷ. സ്വർണം, കർണാടക. സ്വർണം വരുന്നത് കർണാടക. വെള്ളി, രാജസ്ഥാൻ. സിങ്ക്, രാജസ്ഥാൻ. ഗലീന, രാജസ്ഥാൻ. നിക്കൽ, ഒഡീഷ. അബ്രം, ജാർഖണ്ഡ്. ചുണ്ണാമ്പുകല്ല്, മധ്യപ്രദേശ്. ഡോളമൈറ്റ്, ഛത്തീസ്ഗഡ്. ആസ്ബറ്റോസ്, ആന്ധ്രാപ്രദേശ്. ജിപ്സം, രാജസ്ഥാൻ. മാഗ്നസൈറ്റ്, തമിഴ്നാട്. വജ്രം, മധ്യപ്രദേശ്, പന്ന. കല്ലുപ്പ്, മാണ്ഡി, ഹിമാചൽ പ്രദേശ്. യുറേനിയം, ജാദുഗുഡ, ജാർഖണ്ഡ്. കൽക്കരി, ജാർഖണ്ഡ്. മോണസൈറ്റ്, സിർക്കോണിയം, കേരള.